കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി വ്യവസായിയും 86,000 കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പോലും ഓഹരി ഉടമാവകാശമുള്ള ആളുമായിട്ടുള്ള യൂസഫ് അലി ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മണിപ്പുഴയിൽ തൻ്റെ ലുലു എന്ന് പറഞ്ഞ കമ്പനിയുടെ 5ാമത്തെ മാളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതായത് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, കോട്ടയം 5ാമത്തെ മാളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 6ാമത്തെ മാള് കൊല്ലത്ത് തുടങ്ങും എന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അദ്ദേഹം ആ മാളിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് കേരളം മുതിർന്നവരുടെ സ്വർഗമാകരുത്. എന്നുവെച്ചാൽ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരിങ്ങനെ വിദേശത്തേക്ക് പോകുന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോവുകയാണ്, കേരളത്തിൽ പുതിയ പദ്ധതികൾ വരണം, വാണിജ്യ പദ്ധതികൾ വരണം എന്ന് പറഞ്ഞ അദ്ദേഹം യൂട്യൂബർമാരെ അതിനിശിതമായി വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേസമയം നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത യൂട്യൂബർമാർ പലതും നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ ആട്ടിപ്പായിക്കാൻ ബ്ലോഗർമാരുണ്ട്, അവരെ വിശ്വസിക്കാനും ചിലരുണ്ട്. ഈ നാടിനു വേണ്ടി ഒരു സംഭാവനയും ചെയ്യാതെ നാട്ടിലെ പലതും നശിപ്പിക്കാനാണ് അവർ നിലനിൽക്കുന്നത്. ഇതാണ് യൂസഫ് അലി കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ മാള് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്. അത് പരോക്ഷമായി അതെന്നെ ലക്ഷ്യമിട്ടാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്വാഭാവികമായി ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് കാരണസഹിതവും യുക്തിഭദ്രവുമായിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ മറുപടി അദ്ദേഹം നൽകാതെ അദ്ദേഹം യൂട്യൂബർമാരെ വിമർശിക്കുകയും അവർ നാടിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പറയുകയും അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ളവരെ ആട്ടിപ്പായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ഉന്നയിച്ചിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഈ ടീകോം എന്ന് പറഞ്ഞ ദുബായിലെ ആ കമ്പനി ഇവിടെ വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അദ്ദേഹമാണ്. എന്നാൽ ടീകോം എന്ന് പറഞ്ഞ കമ്പനി അവർ ചെയ്യാമെന്നേറ്റ ഒന്നും ചെയ്യാതെ അവർ തിരിച്ചുപോയി എന്നും അവർ 10 വർഷം കൊണ്ട് 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്നും അവർ 88 ലക്ഷം ചതുരശ്ര അടി ഈ IT സ്പേസ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അവർ ഒന്നും ചെയ്യാതെ അവർ തിരിച്ചുപോയെന്നും ആ തിരിച്ചുപോയ സ്ഥലത്ത് തന്നെ യൂസഫ് അലിയുടെ ഒരു വലിയ IT സമുച്ചയം, ഒരു ട്വിൻ ടവർ ഉണ്ടാക്കിയെന്നും ടീകോം 1,500 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു വന്നിട്ട് അവർ അത് നിക്ഷേപിക്കാതെ പോയെന്നും ആ നിക്ഷേപിക്കാതെ പോയ സ്ഥലത്ത് തന്നെ യൂസഫ് അലി 1,500 കോടി രൂപയുടെ ഒരു പദ്ധതി ആരംഭിച്ചെന്നും പറഞ്ഞുകൊണ്ട് യൂസഫ് അലിയുടെ ആ കാര്യത്തിലുള്ള നിലപാടിനെ വിമർശിക്കുകയും ടീകോമിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ച യൂസഫ് അലി ടീകോം ഒന്നും ചെയ്യാതെ തിരിച്ചു പോയപ്പോൾ മൗനം പാലിച്ചത് എന്താണ് എന്ന് ചോദിക്കാനുമാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന് യൂസഫ് അലിയിൽ നിന്ന് യുക്തിപരമായൊരു മറുപടി ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിനു പകരം അദ്ദേഹം യൂട്യൂബർമാരെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ യൂസഫ് അലി കേരളത്തിൽ നടത്തുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, കേരളത്തിൽ എത്ര മുതൽ മുടക്ക് അദ്ദേഹം നടത്തി, കേരളത്തിൽ എത്ര പേർക്ക് അദ്ദേഹം ജോലി കൊടുത്തു, ഈ കാര്യങ്ങളും കേരളത്തിൽ നിന്ന് അദ്ദേഹം എത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ളതും പറയണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരു മറുപടി ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അദ്ദേഹം ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ 5ാമത്തെ മാളാണ് അദ്ദേഹം കോട്ടയത്ത് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള മുതൽ മുടക്കുകളെല്ലാം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഏതാണ്ടൊരു 3,000-3,500 കോടി രൂപയുടെ മുതൽ മുടക്ക് അദ്ദേഹം ഇവിടെ നടത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ നമ്മൾ അംഗീകരിച്ചാൽ നമുക്ക് പറയേണ്ടി വരും. എത്ര പേർക്ക് അദ്ദേഹം തൊഴിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ എവിടെയോ ഞാൻ വായിച്ചത് അദ്ദേഹം ഇന്ത്യയിൽ ഒട്ടാകെ ഏതാണ്ട് 23,000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്നാണ്. സ്വാഭാവികമായി 23,000 പേർക്ക് തൊഴിൽ കൊടുത്തതിൽ ഒരു 4,000 പേർക്ക് എങ്കിലും തൊഴിൽ കൊടുത്തത് കേരളത്തിലായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യ ഒട്ടാകെ പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3,500 കോടി രൂപയുടെ മുതൽ മുടക്ക് നടത്തി ഒരു 10,000 പേർക്ക് അദ്ദേഹം തൊഴിൽ കൊടുത്തിട്ടുണ്ടാവാം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ 2024 നഷ്ടം 130 കോടി രൂപയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2023 അത് 205 കോടിയായിരുന്നു, അത് 130 കുറഞ്ഞു. 2023 അദ്ദേഹത്തിൻ്റെ വരുമാനം 3,243 കോടി രൂപയായിരുന്നു. എന്നാൽ 2024 4,384 കോടി രൂപയായി വർദ്ധിച്ചു.
2024-25 അദ്ദേഹത്തിൻ്റെ വരുമാനം ഏതാണ്ട് 30-35% വർദ്ധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താ? അദ്ദേഹം പറയുന്ന കേരളത്തിൽ പുതിയ പദ്ധതികൾ വരണം, വാണിജ്യ പദ്ധതികൾ വരണം എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പദ്ധതികളുടെ സ്വഭാവം എന്താ സുഹൃത്തുക്കളെ? അദ്ദേഹം 2004 മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം കേരളത്തിൽ സ്ഥായിയായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഈ 2004 ശേഷം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പദ്ധതി? അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ മുഴുവൻ എന്താ? അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമാണ്. കച്ചവടം, ഉൽപ്പന്നങ്ങൾ വിറ്റ് കാശ് തൻ്റെ പോക്കറ്റിലേക്ക് ഇടുക, കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം. അദ്ദേഹം 2013 അദ്ദേഹം കൊച്ചിയിൽ മാൾ തുടങ്ങി. 25 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 1600 കോടി രൂപയായിരുന്നു അതിൻ്റെ മുതൽ മുടക്ക്. കച്ചവടം, ഉൽപ്പന്നങ്ങൾ വിൽക്കുക, കാശുണ്ടാക്കുക. 2021 അദ്ദേഹം തിരുവനന്തപുരത്ത് 20 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മാൾ തുടങ്ങി. 2000 കോടിയാണതിന് മുതൽ മുടക്ക് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കോഴിക്കോട് 3 ലക്ഷം ചതുരശ്ര അടിയുടെ ഒരു മാൾ തുടങ്ങി. അതിൻ്റെ മുതൽ മുടക്ക് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കോട്ടയത്ത് 350 കോടി രൂപയുടെ ഒരു മാളും തുടങ്ങിയിട്ടുണ്ട്. 4 മാൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ആ മാളിലൂടെ അദ്ദേഹം ചെയ്യുന്നത് എന്താ? അദ്ദേഹം ചെയ്യുന്നത് കേരളത്തിൽ ഉൽപ്പന്നങ്ങൾ വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ കേരളത്തിൽ സ്ഥായിയായി വികസനം ഉണ്ടാക്കുന്ന എന്ത് പദ്ധതിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കേരളത്തിലെ വിമാനത്താവളങ്ങൾ, അവിടെ എല്ലാം അദ്ദേഹം ഷെയർ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ വിമാനത്താവളങ്ങളുടെ മേഖല. അവിടെയൊക്കെ അദ്ദേഹത്തിന് ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്വകാര്യ ബാങ്കുകളിലും അദ്ദേഹത്തിന് ഷെയർ ഉണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ തനിക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകളിൽ മുതൽ മുടക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്ത് കേരളത്തിൽ സ്ഥായിയായി വികസനം ഉണ്ടാക്കുന്ന എന്തു പദ്ധതി യൂസഫ് അലി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് യൂസഫ് അലി പറയുന്നത് നഷ്ടത്തിലാണെന്നാണ്. ഇത് ജനങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ യൂസഫ് അലി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അതങ്ങ് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്കങ്ങ് വിശ്വസിക്കാൻ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. യൂസഫ് അലി കേരളത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ പൊതു സ്വഭാവം ഒരു റിയൽ എസ്റ്റേറ്റ് സ്വഭാവമാണെന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ലുലു എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് അകത്തെ ഒരു സ്ക്വയർ ഫീറ്റിന് 50-60 രൂപയാണ് വില കിട്ടുന്നതെങ്കിൽ ലുലു മാളിലാണെങ്കിൽ അതേണ്ട ഒരു 10-100 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വില. കാരണം അതൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. പിന്നെ യൂസഫ് അലി 1300 കോടി രൂപയുടെ പദ്ധതി തുടങ്ങുന്നു എന്ന് പറയുമ്പം ആ പദ്ധതി തുടങ്ങാനുള്ള പണം മുഴുവൻ ബാങ്ക് ലോണാണ് സുഹൃത്തുക്കളെ. ബാങ്ക് ലോണാണ്. അത് മാസം മാസം അടച്ചാൽ മതി. പിന്നെ യൂസഫ് അലി ഒരു വലിയ സ്ഥാപനമായതുകൊണ്ട് ഒരു വലിയ മാൾ തുടങ്ങുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ സർക്കാരിൽ പെട്ടെന്ന് എഡ്പടയെന്ന് നീങ്ങും. കാരണം ഏത് സർക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണിലുണ്ണിയാണ് യൂസഫ് അലി. അതുകൊണ്ടൊരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനാണെങ്കിൽ അവന് 100 പ്രാവശ്യം സർക്കാരിൽ കയറി ഇറങ്ങണമെങ്കിൽ യൂസഫ് അലിക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു സർക്കാരിലും ഒന്നും കയറി ഇറങ്ങണ്ട. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നുള്ളൂ. കാരണം ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും അവരുടെ കണ്ണിലുണ്ണിയാണ് യൂസഫ് അലി. ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും നോർക്കയുടെ വൈസ് ചെയർമാനാണ് യൂസഫ് അലി. ക്യാബിനറ്റ് റാങ്കാണ് യൂസഫ് അലിക്കുള്ളത്. അപ്പോൾ യൂസഫ് അലിക്ക് അതിൻ്റെ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ യൂസഫ് അലിയുടെ മാളുകളിൽ പ്രവർത്തിക്കുന്ന പലരും ഈ പറഞ്ഞ പോലെ വലിയ വാടകയൊന്നും കൊടുക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് യൂസഫ് അലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ യൂസഫ് അലിയുടെ കൂടെ യൂസഫ് അലിക്ക് ഓശാന പാടാൻ വേണ്ടി മത്സരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ. അത് പിണറായി വിജയനായിക്കൊള്ളട്ടെ, വി ഡി സതീശനായിക്കൊള്ളട്ടെ, വി മുരളീധരൻ ആയിക്കൊള്ളട്ടെ, ജോസ് കെ മാണി ആയിക്കൊള്ളട്ടെ, ഫ്രാൻസിസ് ജോർജ് ആയിക്കൊള്ളട്ടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അവരൊക്കെ തന്നെ യൂസഫ് അലിക്ക് ഓശാന പാടി നിൽക്കുകയാണ്. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ പിണറായി വിജയൻ്റെ പുറകിൽ എപ്പോഴും നിഴൽ പോലെ ഉണ്ടാകും എന്നാണ്. കാരണം യൂസഫ് അലിക്ക് ചെയ്യാനുള്ളതെല്ലാം അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കാൻ തയ്യാറായി
പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണ് സർക്കാരുകളും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ. പിന്നെ യൂസഫ് അലിയുടെ എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒന്നുണ്ടെങ്കിലും കോടതിയിൽ പോയാൽ യൂസഫ് അലിയെ ജയിക്കുകയുള്ളൂ. അത് മുനിസിപ്പൽ കോടതിയിൽ പോയാലും ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും കേസ് യൂസഫ് അലിയെ ജയിക്കുകയുള്ളൂ. കാരണം യൂസഫ് അലിയിൽ പണവുമുണ്ട്, സ്വാധീനവുമുണ്ട്. യൂസഫ് അലിക്ക് കോടികൾ കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരാൻ കഴിയും. യൂസഫ് അലിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ ഇതൊന്നുമില്ല സുഹൃത്തുക്കളെ. അപ്പോൾ യൂസഫ് അലിക്കെതിരെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ കൊണ്ട് കേസ് കൊടുക്കും. കേരളത്തിൽ കേസ് കൊടുക്കും, ഡൽഹിയിൽ കേസ് കൊടുക്കും, ലക്നൌവിൽ കേസ് കൊടുക്കും. എല്ലായിടത്തും കൊണ്ടിട്ട് യൂസഫ് അലി ഓടിച്ച് പെടാപ്പാടുപെടുത്തും യൂസഫ് അലിക്കെതിരെ കേസ് എന്തെങ്കിലും പറയുന്ന ആൾക്കെതിരെ. പക്ഷേ യൂസഫ് അലി എന്ന് പറയുന്ന അയാൾ വലിയൊരു വ്യവസായി, ഒരു വലിയ നമ്മുടെ കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കച്ചവടക്കാരൻ മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി യൂസഫ് അലി കേരളത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. യൂസഫ് അലി എറണാകുളത്ത് എടപ്പള്ളിയിലും ആൾ തുടങ്ങി. എറണാകുളത്തും ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ള 10,000-കണക്കിന് ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ പണി പൂട്ടി. എറണാകുളം നഗരത്തിലൊക്കെയുള്ള ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ പണി തീർന്നു. യൂസഫ് അലി തിരുവനന്തപുരത്ത് വന്നും ആൾ തുടങ്ങി. തിരുവനന്തപുരം നഗരത്തിലുള്ള ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ എല്ലാം ആപ്പീസ് പൂട്ടി. അവരുടെ എല്ലാം പണി തീർന്നു. യൂസഫ് അലി ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോഴത്തേക്കും വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കും 3-4 ദിവസത്തേക്ക്. ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഇടത്തരം ചെറുകിട കച്ചവടക്കാർക്ക് എന്തെങ്കിലും 10 കാശ് കിട്ടുന്നത്. ആ സമയത്ത് അവരുടെ വരുമാനം മുഴുവൻ യൂസഫ് അലിയുടെ പോക്കറ്റിലേക്ക് പോവുകയാണ്. പൂട്ടി. ഇപ്പോൾ കോട്ടയത്ത് യൂസഫ് അലി വരുമ്പോൾ കോട്ടയംകാർക്ക് എന്തോ വലിയ നേട്ടമുണ്ടായി എന്നാണ്. പക്ഷേ കോട്ടയത്തെ ചെറുകിട ഇടത്തരം കർഷകർക്കാരുടെ പണി പൂട്ടുകയാണ്. ഞാനിപ്പോൾ ഈ കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ ഞാൻ എടുത്തു. ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ഏതാണ്ട് 14 ലക്ഷത്തോളം ചെറുകിട ഇടത്തരം കച്ചവടക്കാരുണ്ട് എന്നാണ്. 14 ലക്ഷത്തോളം പേര്. അത് 4 ലക്ഷത്തോളം പേരാണ് നേരിട്ട് GST അടയ്ക്കുന്നവർ. എന്നാൽ ബാക്കി 10 ലക്ഷം പേരും GST അടയ്ക്കുന്നില്ലെങ്കിലും GST അടച്ച ഉൽപ്പന്നങ്ങളാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ അവരും GST കൊടുക്കുന്നുണ്ട്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ കേരളത്തിൽ GST വരുമാനമായിട്ട് ഓരോ വർഷവും സർക്കാരിന് കിട്ടുന്ന ഒരു 36,000-40,000 കോടി രൂപയാണ്. ആ 40,000 കോടി രൂപയിൽ ഏതാണ്ട് ഒരു 20-25,000 കോടി രൂപയും കേരളത്തിന് നികുതിയായി നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ചെറുകിട ഇടത്തരം കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരുടെ നിലനിൽപ്പിനെയും അതിജീവനത്തെയുമാണ് യൂസഫ് അലി എന്ന് പറയുന്ന ഈ വൻകിട കച്ചവടക്കാരൻ കുഴപ്പത്തിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ. വലിയ വാൾമാർട്ട് പോലെയുള്ള വലിയ ഇതുപോലുള്ള വലിയ കുത്തകൾ ഇവിടെ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത CPM-ൻ്റെ നേതാക്കന്മാരൊക്കെ യൂസഫ് അലിയുടെ മുമ്പിൽ പോയി പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. വാൾമാർട്ടിനെതിരെ സമരത്തിന് രംഗത്ത് മുൻപന്തിയിലുണ്ടായിരുന്ന VM വാസവൻ അയാൾ പൂഴ്ത്തിക്കങ്ങ് മൂടുകയായിരുന്നു യൂസഫ് അലിയെ. കാരണങ്ങൾ എന്താണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് യൂസഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കച്ചവടക്കാരൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ വന്ന് ചെയ്യുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ കച്ചവടം മുട്ടിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അല്ലാതെ കേരളത്തെ അങ്ങ് വികസിപ്പിച്ച് എന്തോ വലിയ സംഭവമാക്കി മാറ്റാൻ ഉള്ള ഉദ്ദേശമൊന്നും അല്ല യൂസഫ് അലിക്കുള്ളത്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കച്ചവട മേഖലയിലാണെന്ന് മനസ്സിലാക്കി ആ കച്ചവട മേഖലയിലേക്ക് വന്ന് അവിടെ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാനാണ് യൂസഫ് അലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൂടെ യൂസഫ് അലി ചെയ്യുന്നത് കേരളത്തിലെ ചെറുകിട ഇടത്തരം വരുന്ന ലക്ഷക്കണക്കിന് കച്ചവടക്കാരുണ്ട്, അവരുടെ കഞ്ഞി കൂടി മുട്ടിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇത്രയും ഞാൻ ഈ പറഞ്ഞ പോലെ 25,000-30,000 കോടി രൂപയുടെ നികുതി കൊടുക്കുന്നവരാണ് കേരളത്തിലെ കച്ചവടക്കാർ. അവരുടെ കഞ്ഞി കൂടി മുട്ടിക്കുകയാണ്. യൂസഫ് അലി ടാക്സ് കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്, ടാക്സ് ഒക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട് യൂസഫ് അലി. പക്ഷേ കച്ചവടക്കാരുടെ കഞ്ഞി കൂടി മുട്ടിക്കുകയാണ്. ആ ലക്ഷക്കണക്കിന് കച്ചവടക്കാരുടെ കഞ്ഞി കൂടി യൂസഫ് അലി മുട്ടിക്കുമ്പോഴും ആ കച്ചവടക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാരെല്ലാം ഈ കേരളത്തിലെ കച്ചവടക്കാരുടെ കഞ്ഞികുടി മുട്ടിക്കുന്ന യൂസഫ് അലിക്ക് ഓശാന പാടുന്ന ഏറ്റവും ഗതികെട്ട ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് പിണറായി വിജയനായിക്കൊള്ളട്ടെ, അത് വി ഡി സതീശനായിക്കൊള്ളട്ടെ, അത് വി മുരളീധരനായിക്കൊള്ളട്ടെ. ഇപ്പോൾ കോട്ടയത്ത് ആരൊക്കെയാണ് പങ്കെടുത്തത്? വി എൻ വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അയാളുടെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. അവരെല്ലാവരും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കച്ചവടക്കാരുടെ കഞ്ഞികുടി മുട്ടിക്കാൻ ഒരു വലിയ പ്രവാസി കച്ചവടക്കാരന് മുന്നിൽ സാഷ്ടാംഗം നിൽക്കുന്നത് ഏറ്റവും വലിയ ഗതികേടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന യൂട്യൂബർമാരെ അധിക്ഷേപിക്കാനാണ് യൂസുഫ് അലി ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അവരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് യുക്തിഭദ്രമായിട്ടുള്ള മറുപടി പറയാനാണ് യൂസുഫ് അലി ശ്രമിക്കേണ്ടത്. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഈ പറഞ്ഞതുപോലെ തലകുനിച്ച് നിൽക്കുകയല്ല യൂസുഫ് അലി വേണ്ടത്. അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അവരെ കേസ് കൊടുത്ത് അവരെ നശിപ്പിക്കുകയല്ല യൂസുഫ് അലി ചെയ്യേണ്ടത്. അവർ ചോദ്യങ്ങൾ ചോദിച്ചാൽ തൻ്റെ ഫിനാൻഷ്യൽ മൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയല്ല യൂസുഫ് അലി ചെയ്യേണ്ടത്. അതിനു പകരം യൂട്യൂബർമാർ ചോദിക്കാൻ ആർജവത്തോടുകൂടി ചോദിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതിനെ നെഞ്ചു വിരിച്ച് നിന്ന് അതിനെതിരെ പോരാടാനുള്ള ആർജവം യൂസുഫ് അലി കാണിക്കണം. യൂസുഫ് അലിയുടെ നിയന്ത്രണത്തിൽ ഇവിടുത്തെ പത്രക്കാർ ചിലപ്പോൾ ഉണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, ദൃശ്യമാധ്യമങ്ങളുണ്ടാവും. പക്ഷേ യൂട്യൂബർമാർ യൂസുഫ് അലിയുടെ നിയന്ത്രണത്തിലല്ല എന്ന് യൂസുഫ് അലി മനസ്സിലാക്കണം. അതുകൊണ്ട് തൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബർമാരെ അടിച്ച് അമർത്തുന്നതിന് പകരം പറഞ്ഞ പോലെ തൻ്റെ ഫിനാൻഷ്യൽ ഹെജിമണി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ ചോദിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കേരളീയർക്ക് വേണ്ടിയുള്ള, മലയാളികൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് യൂസുഫ് അലി ശ്രമിക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ഇടത്തരം കച്ചവടക്കാരുടെ കഞ്ഞുകുടി മുട്ടിച്ച് അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാനല്ല യൂസുഫ് അലി ശ്രമിക്കേണ്ടത് എന്നാണ് യൂസുഫ് അലി എന്ന് പറയുന്ന ഈ പ്രവാസി വ്യവസായിയോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.